കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് റീജിയണൽ റൂറൽ ബാങ്ക്സ് RRBs ഇവയുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകളാണ്. പല ക്വസ്റ്റ്യൻസുകളും പല എക്സാമിനും ആവർത്തിച്ചതും ഇത്തരം സ്റ്റഡി മെറ്റീരിയലുകൾ മറ്റുള്ള വിവരങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന കോപ്പറേറ്റീവ് എഡ്യൂടെക് blogspot.com ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള പഠിതാക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇന്ത്യയിലെ ഉള്ള പ്രത്യേക തരം ബാങ്കുകളാണ്. ഒരു ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സും കൂടിയാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റൂറൽ ഏരിയയിൽ ഓരോ സംസ്ഥാനങ്ങളിലും റീജിയണൽ ലെവലിലെ റൂറൽ ഏരിയയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ടുള്ള ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇവയേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ RRBകൾക്ക് റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓരോ MCQ ക്വസ്റ്റ്യനിലും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് സെറ്റിംഗ് അപ്പ് RRBs? RRBയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കമ്മിറ്റികൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് RRB സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഓപ്ഷനിൽ കാണുന്ന ഓപ്ഷനിലുള്ള നരസിംഹം കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയാണ് പ്രത്യേകമായി പറഞ്ഞത് കൊമേഴ്സ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇവയേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ റൂറൽ ഏരിയക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് RRBക്ക് ആവും അല്ലെങ്കിൽ അതിന് കഴിയുള്ളൂ എന്ന രീതിയിൽ റെക്കമെൻഡ് ചെയ്തത് നരസിംഹം കമ്മിറ്റി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദി ഫസ്റ്റ് RRB റീജിയണൽ റൂറൽ ബാങ്ക് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഒരുപാട് എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. ഇതിൻ്റെ ശരിയായ ആൻസർ ഫസ്റ്റ് ഓപ്ഷനായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. അതായത് RRBകൾ 1975 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതും ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണ്. പ്രത്യേകം ഓർക്കാൻ പറ്റുന്നൊരു ഡേറ്റും കൂടിയാണ് ഒക്ടോബർ 2, 1975. അതിൽ ആദ്യത്തെ അന്ന് 5 ബാങ്ക് RRBകളാണ് വന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ RRB ആയിരുന്നു പ്രഥമ ബാങ്ക്. മൊറാദാബാദ്, അതായത് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് സ്ഥലത്ത് ആണ് പ്രഥമ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസായിട്ട് അന്ന് രൂപീകരിക്കുന്നതും. അന്നത്തെ 5 CR ആയിരുന്നു. ഇറ്റ്സ് എ സ്റ്റാർട്ടിംഗ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 CR ആയിരുന്നു ഈ ബാങ്കിൻ്റെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the ownership ratio of shareholders in the RRBs? മെയിനായിട്ട് സെൻട്രൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, സ്പോൺസേഡ് ബാങ്ക് ഈ 3 ടീമാണ് RRBൻ്റെ ഓണർഷിപ്പായിട്ട് വരാറ്. കുറച്ച് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ. ഇതിൻ്റെ റേഷ്യോ ചോദിച്ചത്, എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ ടീമിനും ഹോൾഡ് ചെയ്യുന്നത് ചോദിച്ചത്. അതിൽ ഇവിടുത്തെ ശരിയായ ആൻസർ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് 50% ഓണർഷിപ്പ് RRBയിൽ സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. ബാക്കിയുള്ള 15% സ്റ്റേറ്റ് ബാങ്കിനും. പിന്നീടുള്ള 35% സ്പോൺസർ ബാങ്ക്. ഓരോ സ്റ്റേറ്റിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ് RRBയെ സ്പോൺസർ ചെയ്യുക. അവരെ ഓണർഷിപ്പ് 35% ആയിരിക്കും. ഉദാഹരണത്തിന് കേരളത്തിൽ കേരള ഗ്രാമീണ ബാങ്ക് എന്ന RRBയെ സ്പോൺസർ ചെയ്യുന്ന നാഷണലൈസ്ഡ് ബാങ്ക് കാനറ ബാങ്കാണ്. ആ കാനറ ബാങ്കിന് 35% ഓണർഷിപ്പും കേരള സ്റ്റേറ്റിന് 15% ഓണർഷിപ്പും സെൻട്രൽ ഗവൺമെൻറ്റിന് 50% ഓണർഷിപ്പും അതിൽ ഉണ്ടാകും എന്നാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റെഗുലേറ്റ്സ് RRBs? RRBയെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായ നബാർഡാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡാണ് RRBകളെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇത് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ദി ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഇന്ത്യ ഈസ് കണ്ടെയ്ൻഡ് ഇൻ. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്.
നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് ഏത് ആക്റ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്ന ക്വസ്റ്റ്യന് ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബി ഓപ്ഷനായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ഇയർ ഓർത്ത് വെക്കേണ്ടതാണ്. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഡോണ്ട് ഹാവ് എനി RRBs ആസ് ഓഫ് നൗ? ഇന്ത്യയിൽ നിലവിൽ ഗോവ ആൻഡ് സിക്കിം, അതായത് ലാസ്റ്റ് ഓപ്ഷനായ എ ആൻഡ് ബി, ഈ 2 സ്റ്റേറ്റുകളിലും നിലവിൽ ഇന്ത്യയിൽ RRBകൾ ഇല്ല എന്നതും ഓർക്കേണ്ടതാണ്. മറ്റൊന്ന്, റീജിയണൽ റൂറൽ ബാങ്ക്സ് അമെൻമെൻറ്റ് ബിൽ 2014 ഇൻക്രീസ്ഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫ്രം ₹5 CR to, അതായത് RRB അമെൻമെൻറ്റ് ബിൽ 2014 5 CRൽ നിന്നും ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയിലേക്ക് ഉയർത്തിയെന്ന് ചോദിച്ചാൽ 2000 CR, ഡി ഓപ്ഷനായ 2000 CRയിലേക്കാണ് ഉയർത്തിയത്. നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രഥമ ബാങ്കിന് 5 CR ആയിരുന്നു. അപ്പോൾ അത് പിന്നീട് മാറ്റം വരുന്നത് 2014ലാണ്. അത് 2000ലേക്കാണ് അത് മാറ്റം വരുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ഫോംഡ് അണ്ടർ വിച്ച് ആക്ട്? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചാൽ നമുക്കിത് ആൻസർ പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് അത് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അതായത് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ഫോംഡ് അണ്ടർ വിച്ച് ആക്ട്? ഇവിടെ ശരിയായ ആൻസർ RRB ആക്ട് 1976. ഈ ക്വസ്റ്റ്യൻ അല്ല, കൺഫ്യൂഷൻ അടുത്ത ക്വസ്റ്റ്യനാണ്, മാറിപ്പോയതാണ്. ഏതായാലും RRB ആക്ട് 1976. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് 76 ആക്ട് പ്രകാരം വന്ന ഫസ്റ്റ് RRB 1975ലാണ്. 1975ലാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് പ്രഥമ ബാങ്ക് പോലുള്ള ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് ആക്ട് പ്രകാരം? RRB ആക്ട് 1976 പ്രകാരം. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മിറ്റി ഫോർ റീക്യാപിറ്റലൈസേഷൻ ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഈസ് ഹെഡഡ് ബൈ. റീക്യാപിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്മിറ്റികൾ RRBക്ക് ഉണ്ട്. ഇവിടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷനായ KC ചക്രവർത്തി കമ്മിറ്റി ആണ്. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഓൾ RRBs ഇൻ 2010 റിവ്യൂ ചെയ്യുന്നത്. 2010 KC ചക്രവർത്തി കമ്മിറ്റി റിവ്യൂഡ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഓൾ RRBs ഇൻ 2010 ആൻഡ് റെക്കമെൻഡഡ് റീക്യാപിറ്റലൈസേഷൻ. 2010 KC ചക്രവർത്തി കമ്മിറ്റിയാണ് റീക്യാപിറ്റലൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ മിസ്സായി. ദി ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2 October ഇൻ ദ ഇയർ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്, വേറെ രീതിയിൽ ചോദിച്ചു. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായ 1975ലാണ്, 76 ആക്ട് പ്രകാരം. അടുത്തത്, ദ മെയിൻ റിസോഴ്സസ് ഓഫ് RRB ആർ. RRBൻ്റെ സോഴ്സ് ഫണ്ടിൻ്റെ സോഴ്സ് എന്ന് ചോദിച്ചാൽ ഈ ഓപ്ഷനിൽ കാണുന്ന പോലെയുള്ള എല്ലാം, അതായത് ഷെയർ ക്യാപിറ്റൽ ഒരു സോഴ്സാണ്, അവരെ ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് അതൊരു സോഴ്സാണ്, ബോറോയിങ് ഫ്രം സ്പോൺസർ ബാങ്ക്, ഇതൊക്കെയാണ് ഈ ആൾ ഓഫ് ദി എബവ് ആണ്. ഡി ഓപ്ഷനാണ് യഥാർത്ഥ ശരിയായ ആൻസർ. മറ്റ് ഒരു ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ empowered to transact the business of banking as defined under. നമുക്കറിയാം 1976 RRB ആക്ടിലൂടെയാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ ആ ആൻസറിലേക്കാണ് പോവുക. പക്ഷേ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കണം. എംപവേർഡ് ടു ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ബിസിനസ് RRB ഏത് ആക്ടിലൂടെയാണ് നടത്തേണ്ടത്, ഏത് ആക്ട് അനുസരിച്ചാണ് നടത്തേണ്ടത് എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശരിയായ ആൻസർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. ഒരിക്കലും 1976 RRB ആക്ട് അല്ല. കാരണം 1976 RRB ആക്ടിലൂടെയാണ് RRB എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ബാങ്കിങ് ബിസിനസ് നടത്തേണ്ട, അത് ഫോളോ ചെയ്യേണ്ട റെഗുലേഷന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി
ഫോളോയിങ് ഈസ് നോട്ട് എ മെറ്റീരിയൽ ആൾട്രേഷൻ. ചെക്കുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വന്നു എന്നേ ഉള്ളൂ. നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. കൺവേർട്ടിങ് ആൻഡ് ഓർഡർ ചെക്ക് ടു എ ബിയറർ ചെക്ക്. ഓൾറെഡി ക്രോസ് ചെയ്ത ഒരു ഓർഡർ ചെക്ക് അല്ലെങ്കിൽ പേര് എഴുതിയൊരു ചെക്ക് പിന്നീട് ബിയറർ ചെക്ക് ആക്കി മാറ്റുന്നത് അത് മെറ്റീരിയൽ ആൾട്രേഷനാണ്. അതല്ലെങ്കിൽ ക്യാൻസലിങ് ക്രോസിങ് ഓൺ എ ചെക്ക്, അത് അതും എന്താണ്, മെറ്റീരിയൽ ആൾട്രേഷനാണ്. കൺവേർട്ടിങ് എ ബിയറർ ചെക്ക് ടു ഓർഡർ ചെക്ക്, കാരണം ബിയറർ ചെക്കിൽ രണ്ട് ക്രോസ് ചെയ്ത് അതല്ലെങ്കിൽ രണ്ട് ലൈൻ ഇട്ട് ക്രോസ് ചെയ്യുന്നതും അതൊരു പേര് എഴുതി വെക്കുന്നതും പേര് എഴുതുന്നതും ഒക്കെ അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അതെന്താണ്, നോട്ട് എ മെറ്റീരിയൽ ആൾട്രേഷൻ. ഇപ്പോഴത്തെ ശരിയായ ആൻസർ സി ഓപ്ഷനാണ്, കൺവേർട്ടിങ് എ ബിയറർ ചെക്ക് ടു എ ഓർഡർ ചെക്ക്. ലാസ്റ്റ് പറയുന്ന ചേഞ്ച് ഇൻ ദ ഡേറ്റ് ഓൺ ചെക്കും, ഇതും തന്നെ മെറ്റീരിയൽ ആൾട്രേഷൻ്റെ പരിധിയിൽ വരുന്നതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരി ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക്സ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976. അത് ശരിയാണ്, നമ്മൾ പറഞ്ഞ പോയിന്റും കൂടെയാണ്. മറ്റൊരു ഓപ്ഷന് ടു ക്രിയേറ്റ് ആൻ അൾട്ടർനേറ്റീവ് ചാനൽ ടു ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ആദ്യമേ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ, പ്രത്യേകിച്ചും നരസിംഹ കമ്മിറ്റി പറഞ്ഞ പോയിന്റ്, കോപ്പറേറ്റീവ് ബാങ്കിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ സർവ് ചെയ്യാൻ പറ്റുന്ന റൂറൽ ഏരിയയിൽ റീജിയണൽ റൂറൽ ബാങ്ക്സിനാണ് എന്ന പോയിന്റ്. പിന്നെയുള്ളത് ടു എൻഷ്യൂർ സഫിഷ്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ ദി റൂറൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ. അതിന് തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു പോയിന്റും കൂടിയാണ്. ഡി പറയുന്നു വിത്ത് ദി ക്യാപിറ്റൽ പ്രൊവൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സ്പോൺസറിങ് ബാങ്ക്. ഇവരുടെ റേഷ്യോ ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞു, ഇവരൊക്കെയാണ് ഓണേഴ്സ് എന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ലാസ്റ്റ് ഓപ്ഷനായ ഓൾ ദി എബോവ് ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. താങ്ക്സ് ഫോർ വാച്ചിങ്.